നമസ്കാരം കൂട്ടുകാരെ. താളം തവരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സങ്കടകരമായ കാഴ്ചയാണ് കണ്ടത് കേട്ടാ. നമ്മളെ വാഴ ഇന്നത്തെ കാറ്റും മഴയത്ത് പൊരിഞ്ഞു വീണിട്ടുണ്ട്. അത് ഇങ്ങനെ കൂമ്പ് വന്നതേ ഉണ്ടായിട്ടു. ഇപ്പൊ ഈ ടൈമിൽ പൊരിഞ്ഞു വീണതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മളെ കൈമിലേക്ക് എത്താനാകുമ്പോൾ ഇതിങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പൊ അത് ഭയങ്കര സങ്കടം തന്നെയല്ലേ. അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ അതിനെ കൊത്തി നേരെയാക്കുന്നുണ്ട്. ഇത് വഴിയിലേക്കാണ് പൊരിഞ്ഞു വീണിട്ടുള്ളത്. അപ്പൊ അതിനെ കുത്തി മാറ്റി അലയിൽ വെട്ടും. നല്ല മഴയും അതേ ഇപ്പം. അപ്പൊ അങ്ങനെ ഏട്ടൻ അതിനെ കൊത്തി മാറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പോ ഇതുകൊണ്ടും നമുക്ക് ഇതിനോടൊരു ഉപകാരമില്ല. ഇനിയിപ്പോ തെങ്ങിനെ മറ്റേ കൊത്തിയിടാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വാഴത്തട എടുത്തുകൊണ്ടായാലേ അത് ഉരിഞ്ഞിട്ട് അതിന്റെ വാഴയുടെ കുഞ്ഞി അല്ലെങ്കിൽ പിണ്ടി അല്ലെ, പിണ്ടി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പൊ ഒന്ന് ഞാൻ ആ വാഴയിൽ ചെറിയൊരു കഷ്ണം തട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ തട ഉരിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാഴക്കാമ്പ്, വാഴപ്പിണ്ടി അതൊന്ന് നമുക്ക് ഉരിഞ്ഞെടുക്കാം. ഞാൻ ഇന്നേക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാനത് കൊത്തി കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നമ്മൾ കൊത്തി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമായി പോകും. അപ്പൊ നമുക്ക് അതിൽ തന്നെ വെക്കാം. ബാക്കി നമുക്ക് ആവശ്യത്തിന് അതിന് മുറിച്ചെടുത്ത് വരാമല്ലോ. ഇന്നിപ്പോ ഞാൻ ഇത് മുറിച്ചെടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതാണ് വാഴക്കുഞ്ഞി എന്ന് പറയുന്നത്. വാഴപ്പിണ്ടീനെയാണ് നമ്മൾ വാഴക്കുഞ്ഞി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ നൂല് പോലെ ഉണ്ടാകും. അതെല്ലാം നമുക്കൊന്ന് ചുറ്റി എടുക്കണം. എന്നിട്ട് നമ്മൾ ചെറിയതായി മുറിച്ചെടുത്തിട്ട് ചെറുപയറും വാഴപ്പിണ്ടിയും കൂടിയിട്ടില്ലേ ഒരു കറിയാണ്. ഇത്രക്കില്ല ഒരു കഷ്ണം വാഴക്കുഞ്ഞി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിന്റെ നാര് കളയണം. എന്താ ഇങ്ങനെ നമുക്ക് നാര് കളഞ്ഞെടുക്കണത്. പിന്നെയാണ് പണി. ഞാൻ ചെറിയതായി മുറിച്ചിട്ട് ഇതിന്റെ നാരെല്ലാം കളഞ്ഞെടുത്തിട്ട് വേണം ഇത് കറി ഉണ്ടാക്കാൻ. എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നാരോടുകൂടി കറി വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം പണ്ടത്തെ അവരുണ്ടാക്കുന്ന കറികളാണ്. ഇപ്പൊ ആരും അങ്ങനെയൊന്നും ഇത്രയെല്ലാം ബുദ്ധിമുട്ടി കറി ഉണ്ടാക്കിയതിന് അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല. ഈ കൂമ്പ് ഇതിന് വാഴക്കുഞ്ഞി കറിക്ക് കൂമ്പിന്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല ഒരു ഹെൽത്തി കറിയാണിത്. അപ്പൊ ഇത് ഇത്രയും ബുദ്ധിമുട്ടി വെച്ച് അത്ര ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ ആരും ഇതിനെ അങ്ങനെ ഉണ്ടാക്കാൻ മെനക്കെടാത്തത്. ഇതിന്റെ ഒന്ന് ചെറുപയറും കൂടിയിട്ട് വെക്കുമ്പോൾ അത് പിന്നെയും ടേസ്റ്റ് ഉണ്ടാവും. എന്റെ ഇത് തന്നെ ആകുമ്പോൾ കുഞ്ഞൊക്കൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ചെറുപയറും ഇതും കൂടിയിട്ട് കറി വെച്ചിട്ട് അതെങ്ങനെ ഉണ്ടെന്നില്ല നോക്കാം. എന്നിട്ട് നിങ്ങള് കുഞ്ഞൊക്കെല്ലാം ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കണം കേട്ടാ. കൂമ്പൊന്നും ഇത് വാഴക്കുഞ്ഞൊന്നും അങ്ങനെ എപ്പോഴൊന്നും കിട്ടിയില്ല നമുക്ക്. കുഞ്ഞല്ല അന്ന് ഇതിനെ പറയല് കാമ്പാ. അത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ കുഞ്ഞ് മുറിച്ച് കഴിഞ്ഞു. ഉണ്ടാകണ്ടല്ലേ അതിന്റെ നാല് കൈക്ക് ചുറ്റിയെടുത്തിരുന്ന് അല്ലേ. അപ്പൊ ഇത് മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇതിനെല്ലാം ചെറിയ കുഞ്ഞു പീസാക്കി മുറിക്കണം ആദ്യം. അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാം. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ മുറിക്കാം കേട്ടാ. ഇനിയിപ്പോ നമുക്കിങ്ങനെ ഓരോ പീസിനും ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇത് അതിന്റെ നാല് ചുറ്റിയത് അയച്ചുവിടാൻ മറന്നു. തുണി ചുറ്റി എനിക്ക് ഉണ്ട് നാല്. ഇത് നാര് കളഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ടേസ്റ്റ്. അല്ലെങ്കിൽ ചമക്കുമ്പോ അത് രസം ഒരു ഇത് കിട്ടിയില്ല അല്ലേ. ഇപ്പൊ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം. കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കണം. എന്താ ഈ പരുവത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം.
ഉണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു പീസായി. ഇപ്പം അങ്ങനെ നാരൊന്നും ഇല്ലല്ലോ, നല്ല ഇത് കിട്ടിയില്ലേ. ഇത് ഉണക്കാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അമ്മമാരെല്ലാം പറയുന്നത് കേൾക്കാം, അവർക്ക് ഇങ്ങനെ വായ ഇതായി കഴിഞ്ഞാൽ അതിലൊന്നും കളയാനില്ലാന്ന്. കൂമ്പാകുമ്പോ കൂമ്പ് ഉപ്പേരി വെക്കും. പിന്നെ ഈ വായ്ക്കുഞ്ഞ്, വായയുടെ ഈ സാധനം കാമ്പോ എന്ന് പറയല്, അത് നമ്മ വായ്ക്കുഞ്ഞ് പറയുന്ന സാധനം, അത് എടുത്ത് കറി വെക്കും. വായ കൊത്തി കഴിയുമ്പോ അതിന്റെ കണ്ട ഇല്ലേ, വായയുടെ അടിവശമില്ലേ കണ്ട, അതെടുത്തിട്ട് കറി വെച്ച് നമ്മ ചക്കക്കറിയും കൊള്ളിക്കറിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ആക്കിയിട്ട് കഴിക്കും. അതുപോലെ തന്നെ ചക്കയായ സമയത്തും അവരിങ്ങനെ ഫസ്റ്റെല്ലാം ആദ്യമെല്ലാം ആകുന്ന സമയത്ത് ചക്ക ഉരിയാനും അങ്ങനെയൊന്നുമില്ല, അതിന്റെ പുറത്തിലെ കരുള് മാത്രം മുറിച്ച് കളഞ്ഞിട്ട് മറ്റെല്ലാം ഒന്നിച്ച് മുറിച്ച് കറി ഉണ്ടാക്കും. കറി ഉണ്ടാക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ ഉലിയാനും ഇതൊന്നും സമയമില്ലല്ലോ, അവർക്കെല്ലാം എപ്പോഴും പണിയല്ലേ. അപ്പൊ അതിന്റെ എല്ലാം ഒന്നിച്ച് മുറിച്ചിട്ട് കറി ഉണ്ടാക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ഒരു വീട്ടില്, അപ്പൊ എല്ലാവർക്കും ആവുമ്പോ ഒരുപാട് സാധനം വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നിച്ച് മുറിച്ചിട്ട് കറി ഉണ്ടാക്കുന്നു. പിന്നെ അവര് അങ്ങനെയെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരെ ആരോഗ്യം നല്ല ഇത് തന്നെയല്ലേ, നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാരെ കൊണക്കല്ലല്ലോ. അവരങ്ങനെ ഒരുപാട് തടിയിൽ അവരോ അങ്ങനെയൊന്നും ഇല്ലവര് ഞാൻ കണ്ടില്ല. ആ നമ്മളെ അമ്മേരെല്ലാം പ്രായത്തിലുള്ള ആൾക്കാരിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് അവരെ ആരോഗ്യം ഉണ്ടാവുന്നത്. വലിയ തടിയൊന്നും കൂടാതെ, എന്നാൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ. പക്ഷെ ഇന്നിപ്പം ഞാനടക്കം എല്ലാവരും തടിയും, അത് നമ്മളെ ഭക്ഷണ രീതി കൊണ്ട് തന്നെ. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല. ചക്ക കറി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ചോള ഉരിഞ്ഞെടുത്ത് ചോള മാത്രം കഴിച്ചു. പണ്ടിന്റെ അവരൊരു ചക്കയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാം എടുത്ത് കറി വെച്ചു. നമ്മളെ ഇപ്പോഴത്തെ പണിക്ക് ഇങ്ങനെ ചോള മാത്രം എടുത്ത് കറി വെക്കുന്നതല്ലല്ലോ. നമ്മളെ അമ്മേലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചക്കയുടെ പുറത്തില്ല കരുവില്ല, അതിനെന്ന് പറയല് ആ ഇങ്ങനെ കുരുവില്ലേ, ആ സാധനം മാത്രമേ അവരിങ്ങനെ ചെത്തിക്കളയൂ. മറ്റെല്ലാം ഒന്നിച്ചിട്ട് മുറിച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കലായിരുന്നു. ഒന്നാമത് അവർക്കൊന്നും അതിന് ഉലിയാനൊന്നും സമയമില്ലല്ലോ, അന്നേരം പറമ്പിൽ പണിക്കും പോണ്ടേ. അപ്പൊ അങ്ങനെല്ലാം ആയതുകൊണ്ട് അപ്പൊ നമ്മളെ കൂമ്പ് അല്ല കാമ്പ് അഥവാ വായക്കുഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് ചെറുപയറും കൂടി ഇട്ട് ഒന്ന് വേവിച്ചിട്ട് കറി ഉണ്ടാക്കാം. ഞാൻ നേരത്തെ മുറിച്ച വായക്കുഞ്ഞ് അഥവാ വായപ്പിണ്ടി, എനിക്ക് വായക്കുഞ്ഞിന്നേ കിട്ടുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞത്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും ചെറുപയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇത് പൊതിർത്ത് വെച്ച ചെറുപയറാണെങ്കിൽ ഈ വാഴപ്പിണ്ടിയുടെ കൂടെ തന്നെ ഇത് ചേർത്ത് വേവിക്കണം എന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിർത്ത് ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിത് പൊതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് ചെന്ന ഇട്ടിട്ട് കുറച്ചും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേവാനാവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. 3 വിസിൽ ചെറുപയർ പൊതിർക്കാത്തത് കൊണ്ടാണ് 3 വിസിൽ വരാനാക്കുന്നത്, അല്ലെങ്കിൽ 2 വിസിൽ ഇട്ടാലും മതി. നമുക്ക് വാഴപ്പിണ്ടി ചെറുപയർ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് 5 എടുത്തത്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 തണ്ട് കറിവേപ്പില, കുറച്ചും കാന്താരി. ഇത്ര സാധനം നമുക്കൊന്ന് അരച്ചെടുക്കാം. വാഴപ്പിണ്ടിയും ചെറുപയറും കറിയാക്കാനില്ല നേരത്തെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങയെല്ലാം ഉണ്ടല്ലോ, അതിൽ അരച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ താളിച്ചിടാൻ വേണ്ടി കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറുതായി എരിഞ്ഞ ഒരു 3 വെളുത്തുള്ളി, അതുകൊണ്ട് തന്നെ ചെറുതായി എരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്ര പല സാധനം നമുക്ക് ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടി വേണം. ചെറുപയർ വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചെറുപയറും വാഴപ്പിണ്ടിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ചേരുവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് വേണ്ട ഈ കറി.
എന്നാലും നല്ല കട്ടിയിലും വേണ്ട, നമുക്കൊരു മീഡിയം ലെവലായിട്ട് എടുക്കണം ഇത്. അപ്പൊ നമുക്ക് ഈ വെള്ളം എല്ലാം ചേർക്കണ്ട, കുറച്ച് ഇതിന്റെ ജാറ് ലേശം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോ വീണ്ടും കുറുകി കിട്ടുമല്ലോ. തിളച്ച് വരുന്നുണ്ട്. ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നവര് വാഴപ്പിണ്ടി മാത്രമല്ലാതെ ചെറുപയറും കൂടി ചേർത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അന്നേരം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് നമുക്ക് അപ്പത്തിന്റെ ഒന്നിച്ചും ചോറിന്റെ ഒന്നിച്ചും എല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിന് നല്ല എരിവുണ്ട്, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറുപയറും പിണ്ടിയും കൂടി കൂടുമ്പോൾ ഉള്ളത്. എനക്കും ഈ പിണ്ടി മാത്രം കറി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇതിന് ടേസ്റ്റ് കുറവാണെന്ന് തന്നെ ഞാനും പറയില്ല. പക്ഷെ ഇതിങ്ങനെ രണ്ടും കൂടി ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെ നമ്മളെ വാഴക്കുഞ്ഞ് ചെറുപയർ കറി ശരിയായിട്ടുണ്ട്. വാഴക്കുഞ്ഞ് അതായത് വാഴപ്പിണ്ടി. നിങ്ങൾ വിചാരിക്കണ്ട ഇവരൊന്ന് ഓരോരിക്കും ഓരോന്ന് പറയുന്നല്ലേ. നമുക്ക് എന്തായാലും നമ്മ പഠിച്ച അതേ സംസാരിക്കാൻ പറ്റില്ല. അന്നേരം വാഴക്കുഞ്ഞിയാന്ന് ഞങ്ങൾ പറയുന്ന രീതി. അപ്പൊ നമ്മ പറയുന്നത് വാഴക്കുഞ്ഞിന്നാന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓർത്താന്ന് ഇതിന്റെ ഇടയ്ക്ക് വാഴപ്പിണ്ടി 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 പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാതില്ലെങ്കിൽ വാഴക്കുഞ്ഞി എന്ന് പറയുമ്പോ ഒന്ന് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടാ. അപ്പൊ അത് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിൽ താളിച്ചിടാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ടേ നമുക്ക് അതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളെ കഥാപാത്രമായ ചീനച്ചട്ടി, ഏത് കറിയിലും ഉണ്ടാവും ഈ ചീനച്ചട്ടി. അപ്പൊ നമുക്ക് അത് എടുപ്പത്ത് വെച്ചു. നമ്മള് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നത് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മുറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതും നന്നായി പൊരിഞ്ഞു വരാനുണ്ട്. കറിവേപ്പില, പച്ചമുളകും. നമ്മളെ ചീറ്റലും പൊട്ടലെല്ലാം കറിവേപ്പില ഇടുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്. അതല്ലേ നമ്മളെ പതിവ് പരിപാടി, കറി എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇതും കൂടി ചെയ്യാം. ഇപ്പോഴല്ലേ നമുക്കൊരു നല്ലൊരു വൃത്തിയാവുന്നത്. അങ്ങനെ നമ്മളെ കറി റെഡിയായി. നമ്മളെ വാഴപ്പിണ്ടിയും ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കറിയാണിത്. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി പറയണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.